തന്നെയാണ് നല്ലത്. ഒന്നുകിൽ ജോലിക്കെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ, പിന്നെ സാമർഥ്യം ഉണ്ടെങ്കിൽ ഉയർന്നു വരികയും ചെയ്യാം. കുട്ടി ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അവളുടെ കാര്യം പറഞ്ഞാൽ ബഹു രസമാ. മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്നു, പിന്നെ കുറേശ്ശെ പാടും. അപ്പോ ഈ കൂവാനും ബഹളം വയ്ക്കാനും കുറെ നാറുകൾ എല്ലാ പ്രദേശത്തും ഉണ്ടായിരുന്നു വരുമല്ലോ. നോ താങ്ക്സ്. അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ പഠിത്തം നിർത്തി പോന്നതാ. അവൾ ശാസ്ത്രീയമായിട്ട് തന്നെ സംഗീതം അഭ്യസിച്ചിട്ടുള്ളവളാ. അവളുടെ തള്ളയും പാടും. പിന്നെ ഞാനും ചെറുപ്പത്തിലെ സാമാന്യം ഭേദപ്പെട്ട ഒരു പാട്ടുകാരനായിരുന്നു. അങ്ങനെ പരമ്പരാഗതമായിട്ട് തന്നെ ഞങ്ങൾ പാട്ടുകാരാ. ചെല്ലുമോളെ. ഇതാണ് പെൺകുട്ടി, നല്ലോണം കണ്ടോളൂ. പിന്നെ പഴയ കാലമൊന്നും അല്ലല്ലോ, അവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനൊക്കെ കാണും. നമുക്കൊന്ന് പുറത്തേക്ക് മാറിക്കൊടുക്കാം. മിസ്റ്റർ ഗണേഷ്, നിങ്ങൾ എന്നെ ഇത്രത്തോളം പിന്തുടരുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇവിടെ വെച്ച് അപമാനിക്കാം, എന്റെ പഴയ വൈരാഗ്യങ്ങളൊക്കെ തീർക്കാം. പക്ഷേ ഞാനത് ചെയ്യില്ല. എന്റെ പാട്ട് നിങ്ങൾക്ക് ബോറാണെന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മുഖം കാണുന്നതും എനിക്ക് ബോറാണ്. ദയവായി ഇതിൽ നിന്നും പിന്തിരിയുക. ഞാൻ മറ്റു വല്ല കാരണങ്ങളും പറഞ്ഞോളാം. കഴിഞ്ഞതെല്ലാം ഇവരറിയാതിരിക്കുന്നതാണ് നല്ലത്. ബൈ. ഇപ്പൊ ബേബിയുടെ അമ്മ എന്ത് പറയുന്നു? നിന്റെ മോൻ ഭൂലോക സുന്ദരനാണെന്നാണല്ലോ വെപ്പ്. എന്നിട്ട് ആ പെണ്ണിന് പിടിച്ചില്ലെന്നാണല്ലോ പറയുന്നത്. പിടിച്ചില്ലേ വേണ്ട, ലോകത്ത് വേറെ പെൺപിള്ളേരില്ലാത്ത പോലെ. ഉള്ളത് പറഞ്ഞ ആ പെങ്കൊച്ചിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഐശ്വര്യമുള്ള മുഖം. നമ്മുടെ മരുമകളാകാൻ എന്തുകൊണ്ടും അവൾ യോഗ്യ. സൗന്ദര്യം കൊണ്ടൊന്നും ആയില്ല. അവളെ വേറെ വല്ലവരെ മനസ്സിൽ കണ്ടു കാണും. ഇപ്പോഴത്തെ കാലമല്ലേ. നമ്മൾ എന്തിനാ ഈ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുന്നു? ദേ ഡോക്ടർ എന്താ പറഞ്ഞിരിക്കുന്നത്? മതി കുടിച്ചത്. ഞാൻ പോവാ. എന്റെ പാട്ട് നിങ്ങൾക്ക് ബോറാണെന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മുഖം കാണുന്നതും എനിക്ക് ബോറാണ്. ഗണേഷ് തോറ്റെന്നവൾ കരുതണ്ട. എന്റെയും എന്റെ കുടുംബത്തിന്റെയും മുഖത്ത് അവൾ കരിവാരി തേച്ചിരിക്കുകയാണ്. അതിന് ഞാൻ പകരം വിട്ടു. അവൾ എന്തായാലും ആരെയെങ്കിലും കല്യാണം കഴിക്കുമല്ലോ. ആ ബന്ധം തകർത്തതിന് ശേഷമേ ഞാനിനി വിവാഹം കഴിക്കൂ. ഗുഡ് ഈവനിങ്. മേ ഐ കം ഇൻ? ആഹാ, ഇങ്ങനെ ഒരാളുണ്ടോ? വരൂ വരൂ. ഈ വഴിയൊക്കെ മറന്നുപോയോ? വരണമെന്ന് ഞാൻ എപ്പോഴും കരുതാറുണ്ട്, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ഓഫീസിലെ തിരക്കാണ്. പ്ലീസ് കം. ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? തിരക്കേടില്ല. ഞാൻ അതിന്റെ ഒരു ആവശ്യത്തിനൂടെയാ വന്നത്. എന്താ കാര്യം? ആ ഗൾഫ് ഏജൻസീസിന്റെ ഓർഡറിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് ഏജൻസീസ്? ഓ, ദാറ്റ് അബൂബക്കർ. എക്സാക്ട്ലി. ഞാൻ 3 തവണ മിസ്റ്റർ ബക്കറിനെ കാണാൻ ശ്രമിച്ചു, ബട്ട് ഹി വാസ് വെരി ബിസി. ലെറ്റ് മീ സീ. ഗെറ്റ് മീ അബൂബക്കർ പ്ലീസ്. ഹലോ മിസ്റ്റർ അബൂബക്കർ. മാർഗരറ്റ് ഫെർണാണ്ടസ്. ഹൗ ആർ യു? അപ്പൊ എന്നെ മറന്നിട്ടില്ലല്ലേ? ഞാനൊരു ഫേവറിനായിട്ട് വിളിച്ചതാണ്. നാളെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ
രവിശങ്കർ. ആ മിസ്റ്റർ രവിശങ്കർ, നിങ്ങളെ കാണാൻ വരും. വേണ്ടത് ചെയ്യുമല്ലോ. ഓക്കെ, നാളെ രാവിലെ 10 മണിക്ക് പോയി കണ്ടാൽ മതി. താങ്ക് യു. ഐ എം സോറി, ഞാൻ കഴിക്കാറില്ല. റിയലി? കഴിച്ചിട്ടേ ഇല്ല? വിവാഹത്തിന് മുൻപ് കഴിക്കുമായിരുന്നു, അതിനുശേഷം വേണ്ടെന്ന് വെച്ചു. ഓ, യു ആർ മാരീഡ്? അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. മിസ്റ്റർ രവിക്ക് എന്ത് പ്രായം വരും? ഒരു 10-30 കാണും. പക്ഷെ തോന്നില്ല. യു ലുക്ക് ലൈക്ക് എ 16-year-old boy. എന്താ ഈ പെർഫ്യൂംസ് ഒക്കെ വിൽപ്പനയ്ക്കാണോ? ദിസ് ഈസ് മൈ ഓൺലി ഹോബി. ഈ പെർഫ്യൂംസ് എല്ലാം പല രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. ഇത് ലേറ്റസ്റ്റ് അഡീഷൻ ആണ്. ദിസ് വൺ ഈസ് മാർവലസ്. സീ, എങ്ങനെയുണ്ട്? താങ്ക് യു, നന്നായിരിക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? വീട്ടിലേക്ക്. വൈഫിനെ കാണാൻ ഇത്ര തിടുക്കമായോ? നോ, അതുകൊണ്ടല്ല. 1-2 ഗസ്റ്റുകൾ എന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇനി ഒരു ദിവസം വരൂ. എനിക്കിവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. യു ക്യാൻ റിലാക്സ്. Certainly, with pleasure. വിടുന്നേ. അയ്യോ, കല്യാണം കഴിഞ്ഞിട്ട് വർഷം 1 കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനൊക്കെ. എന്തൊക്കെയായാലും എന്താ, എന്റെ ഭാര്യയ്ക്ക് വല്ല മാറ്റമുണ്ടോ? വിവാഹത്തിന് മുൻപ് എന്ന പോലെ അവൾ ഇപ്പോഴും ഇരിക്കുന്നു. അതല്ലേ ഞാനിങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത്. എവിടുന്നാ ഈ അത്രയൊക്കെ പുരട്ടിയത്? ഞാൻ പുരട്ടിയൊന്നുമല്ല. പോരുന്ന വഴി ബിസിനസ് സംബന്ധിച്ച് ഒരു മദാമയെ കാണേണ്ടി വന്നു. അവര് പുരട്ടി തന്നതാ. മദാമയോ? അവരെന്തിനാ ആളുകളുടെ പുറത്തൊക്കെ അത്ര പുരട്ടാൻ നടക്കുന്നേ? അവര് പുരട്ടി തന്നപ്പോ അങ്ങനെ ഇന്നും അടുത്തല്ലയോ? പിന്നല്ലാതെ ഓടാൻ പറ്റുമോ? ഓടിയാലേ 25,000 രൂപ ഒരു ബിസിനസ് അങ്ങ് പോവും. എന്നിട്ട് അവര് പറയാ. എന്ത് പറഞ്ഞു? എന്നെ കണ്ടാൽ 16 വയസ്സുള്ള പയ്യനായിട്ടേ തോന്നുന്നു. ശരിയാണോ? അയ്യ, ഒരു 16 വയസ്സുകാരനെ കണ്ടില്ലേ? അത് കേട്ടപ്പോ ഉടനെ അങ്ങ് വിശ്വസിച്ചു അല്ലേ? ശരിക്കും 30 വയസ്സ് തോന്നും. അല്ല, അവർക്ക് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ദേ, ഇനി അവിടെ പോകണ്ട കേട്ടോ. അങ്ങനെയുള്ള ബിസിനസ് ഒന്നും നമുക്ക് വേണ്ട. പറഞ്ഞത് കേട്ടോ? ശരി, കേട്ടു. എങ്കിലേ വീട്ടിൽ പോയി ചായ കൊണ്ടുവരൂ. എന്നിട്ട് വേണം സാറിനൊന്ന് കുളിക്കാൻ. കണ്ടോ, സ്നേഹമുള്ള ഭർത്താവ്. ഇത് മുഴുവൻ കുടിച്ചു തീർത്തു അല്ലയോ? അയ്യോ, ഐ എം സോറി. എച്ചില് തരാൻ മറന്നുപോയി. ഇനി യാതൊരു രക്ഷയില്ല. എന്തോ നീ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ നമ്മുടെ ഓഫീസിലെ അക്കൗണ്ട്സ് ഒന്ന് നോക്കുകയായിരുന്നു. ഈ മാസം എനിക്ക് വളരെ നല്ലതാണെന്ന് തോന്നുന്നു സുജയ്. ഇത്ര വലിയൊരു ടേൺ ഓവർ എനിക്ക് ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ വർഷം ഞാൻ കുറെ ലക്ഷങ്ങൾ സമ്പാദിക്കും. ഓഫീസ് വിട്ട് വന്നാലും രവിയേട്ടന് ഒറ്റ ചിന്തയേ ഉള്ളൂ. ലക്ഷം ലക്ഷം ലക്ഷം. എന്നോട് വേറെ ഒന്നും പറയാനില്ലേ? കൊള്ളാം. നീ അറിഞ്ഞോ, ദക്ഷിണ കൊറിയയും ഇന്ത്യയും തമ്മിലുള്ള സമാധാന കരാർ ഇന്നലെ ഒപ്പുവെച്ചു. ഒപ്പുവെച്ചോട്ടെ, അതിന് ഞാനെന്ത് വേണം? സാറ് കൂടുതൽ വാചകമൊന്നും പിടിക്കണ്ട, എഴുന്നേക്കണം. ഈയിടെ രാത്രി തീരെ കുറവാണോ എന്ന് എനിക്കൊരു തോന്നൽ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ സാർ? ആ മദാമയ്ക്ക് നല്ല പിടിപാടാണ്. ഇനി സാറ് വല്ലപ്പോഴും പോയി ഒന്ന് കണ്ടാൽ മതി. വല്ലതുമൊക്കെ പറഞ്ഞ് പൊക്കിയ പൊങ്ങുന്ന ടൈപ്പാ. കറക്റ്റ്. യെസ്. ഓ, ഐ സീ. ടുനൈറ്റ്. ഓക്കെ. നമ്മൾ കുറെ നാളായി ട്രൈ കൊണ്ടിരുന്ന പാർട്ടിയാ മാസ്റ്റർ ട്രേഡേഴ്സ്. അവരുടെ MD ഇപ്പൊ വിളിച്ചത്. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അവരെ കാണണമെന്ന്. കാണുന്നത് നല്ലതാ. അവരും സേഫ് കസ്റ്റമേഴ്സാ. ഇപ്പോ തിരിച്ചാൽ ഇന്നിനി മടങ്ങാനാവില്ല. പണിക്കൊരു കാര്യം ചെയ്യും, ഓഫീസ് പ്യൂണിനെ വീട്ടിലേക്കൊന്ന് അയക്കും. യാത്രയ്ക്കുള്ളതൊക്കെ ഒരുക്കി വെക്കാൻ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ, ശരി സാർ. ഹലോ, അതെ സുജിയാണ്. എന്ത്? ഇന്ന് പോവാണോ? നാളെ വരത്തുള്ളൂ. ശരി, പച്ച ഷർട്ട് മതിയോ?
ആ, എന്തെങ്കിലും കുന്തം എടുത്ത് വെച്ചാ മതി, സാറിന്റെ ഇഷ്ടം പോലെ. പിന്നെ ഒക്കുമെങ്കിലേ സാറോട് ആ പെട്ടിക്കറി ഇരുന്നോണേ. ആ, ഞാൻ ബാലനെ വിളിച്ച് പറഞ്ഞോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബാലനെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി. വെക്കട്ടെ? ഓക്കെ. വന്നാട്ട് കുഞ്ഞെ, ഊണ് കഴിക്കാം. എനിക്ക് വേണ്ട ലക്ഷ്മി അമ്മേ. ഇത് നല്ല കൂത്ത്. ഭർത്താവ് ഒരു ദിവസം വീട്ടിലില്ലെന്ന് കരുതി ഭാര്യ പട്ടിണി കിടന്നാൽ നന്നായിരിക്കും. അതുകൊണ്ടല്ല ഞാൻ താമസിച്ച കാപ്പി കുടിച്ചത്. ലക്ഷ്മി അമ്മ ഉണ്ടോളൂ, എനിക്ക് വിശക്കുമ്പോ ഞാൻ കഴിച്ചോളാം. ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിൻപുറത്തെ മാതിരി വിശേഷങ്ങളൊക്കെ അറിയാൻ ഞാൻ പുറത്തൊന്നും പോകുന്നില്ലല്ലോ ഭാർഗവമ്മേ. അതിരിക്കട്ടെ, സുജാതയ്ക്ക് വിശേഷമൊന്നുമില്ലേ? നല്ല കഥയായി. മോടെ കാര്യം എന്തിനാ അടുക്കളക്കാരിയോട് ചോദിക്കുന്നേ? സുജക്കുഞ്ഞിനോട് നേരിട്ട് അങ്ങ് ചോദിക്കരുതോ? ഞാൻ അങ്ങനെ ഒന്നും ചോദിക്കുന്നു, അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇതുവരെ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അയ്യോ, പിന്നെ എന്താ ലക്ഷ്മിയമ്മ ഇതിന്റെ കാര്യം? കല്യാണം കഴിഞ്ഞിട്ട് വർഷമൊന്നും കഴിഞ്ഞില്ലേ? ഞാനിതിന്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ അങ്ങോട്ട് വന്നത് തന്നെ. ഇനി അവരൊന്നും വല്ല രസക്കേടുമുണ്ടോ? അങ്ങനൊന്നും കരുതണ്ട. അവര് തമ്മിലുള്ള അടുപ്പം പോലെ ഞാൻ ജീവിതത്തിൽ എങ്ങും കണ്ടിട്ടില്ല. ചെവിക്കുഞ്ഞു കുളിക്കണമെങ്കിൽ സുജക്കുഞ്ഞു കുളിമുറിയുടെ വാതിക്കൽ നിൽക്കണം. പിന്നെന്താ ഇങ്ങനെ? അവർ ഡോക്ടർ വല്ലതും കാണാൻ പോയോ? അവരെന്തിനാ ഡോക്ടറെ കാണാൻ പോകുന്നേ? ഇതവര് വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ അവരിവിടെ കാണിക്കുന്ന പേക്കൂത്ത് കണ്ട സുജക്കുഞ്ഞിപ്പം 4 പിള്ളേരെ പ്രസവിക്കാൻ നേരമായി. അതെന്താ അവര് വേണ്ടെന്ന് വെക്കുന്നത്? ആദ്യത്തെ ഒരു കുട്ടിയായിട്ട് നീട്ടിക്കൊണ്ടുപോയാൽ അതിനൊരു അർത്ഥമുണ്ട്. എന്ന് വെച്ച് നമ്മുടെ കാലമല്ല ഭാർഗവമ്മേ. നമ്മുടെ കാലത്ത് കല്യാണം കഴിച്ച് 10ാം മാസത്തിൽ പ്രസവിച്ചില്ലെങ്കിൽ കുറച്ചില്ല. ഇന്ന് ഓരോരുത്തർ കല്യാണം കഴിക്കുന്നത് തന്നെ പ്രസവിക്കുന്ന സമയം കൂടി മനസ്സിൽ മുൻകൂട്ടി കണ്ടോണ്ട. ഏതായാലും ലക്ഷ്മിയമ്മ അവളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചതെന്ന് അവൾക്ക് തോന്നുകയരുത്. എന്തായാലും ഭാർഗവമ്മ സുജക്കുഞ്ഞ് വന്നിട്ട് പോയാ മതി. ഇല്ലെങ്കിൽ കുഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്ക് ചെയ്തല കേൾക്കണ്ട. അയ്യോ, അത് പറ്റില്ല ലക്ഷ്മിയമ്മേ. വീടെല്ലാം തുറന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ലക്ഷ്മിയമ്മ എന്നെ അവളോട് പറഞ്ഞാ മതി. അമ്മാവന്റെ കണ്ണ് കാണിക്കാൻ വരുമ്പോ ഞാൻ കൂടെ പോരാമെന്ന്. ഒന്ന് വരൂന്നേ. അവസരപ്പെടാതമ്മ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ്? സുഖം തന്നെ സർ. കേശവദേ സാറിന് വേണ്ട. ആ കറുപ്പെടുത്തി ആ, എന്താ വില? ഇത് 350 രൂപ. ഇതോ? 260 രൂപ. ഇത് 750 രൂപ. എന്റെ മുഖത്തൊന്നും നോക്കണ്ട, ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചോണം. അപ്പൊ ചേട്ടനൊന്നും വേണ്ടേ? പിറന്നാളിന്റെ അല്ലല്ലോ. പിന്നെ ഭവതിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവസാനം എനിക്കൊരു ഹാൻഡ് കർച്ചീഫ് വാങ്ങിച്ചു തന്നാ മതി. ആ, ഇത് പാക്ക് ചെയ്തേക്കോ. എല്ലാം കൂടെ വാങ്ങിച്ചാലേ എന്റെ പൈസ അല്ലേ ഞാൻ പറഞ്ഞേക്കാം. അരി അവസാനം പണയപ്പെട്ട് ഇവിടെ വെച്ചിട്ട് പോകേണ്ടി വരും. അതെടുക്കാം, അത് പാക്കറ്റ്. ഒരു ബനിയും വേണമല്ലോ. ശരി സാർ. ആരാ ഇപ്പൊ ഇവിടുന്ന് പോയത്? വല്ല തുണിക്കടക്കാർ വന്നു? അതിന്റെ വിസറാണ്, പ്രോസ്പെറസ് ഏജൻസിയുടെ ഉടമസ്ഥൻ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബർത്ത്ഡേ കൊണ്ട് വന്നതാണ്. ഏതാ സൈസ് വേണ്ടേ? സൈസ് അറിയില്ല, എനിക്കാണ്. കൈയുള്ളതോ ഇല്ലാത്തതോ? ഏതായാലും മതി. ശരി. കണ്ടവാനം സാരി വാങ്ങിച്ചെന്ന് തോന്നുന്നു. ഇന്ന് കുറവാ. ആ സ്ത്രീ പറഞ്ഞാൽ ഈ തുണിക്കട മുഴുവൻ അദ്ദേഹം വാങ്ങിക്കൊടുക്കും. അതാ മൂപ്പരുടെ സ്വഭാവം. ദാസാ പിന്നെ വേറെ വേണ്ട സാർ. ഒന്നും വേറെ
നീ എന്തിനാ ഈ പാവ ഇങ്ങനെ മടി വെച്ചോണ്ടിരിക്കുന്നത്? ബാലേട്ടൻ പറഞ്ഞത് നേരാ. ബാലേട്ടൻ പറഞ്ഞത് മാത്രമേ നേരുള്ളൂ? ലക്ഷ്മിയമ്മ പറഞ്ഞത് നേരാ. ആ, ലക്ഷ്മിയമ്മ എന്ത് പറഞ്ഞു? ഒരുപാട് താമസിച്ചു പോയിന്ന്. ആ, എന്നെ കൊണ്ട് കുപ്പി ഒപ്പിക്കാൻ നിനക്ക് ധൃതിയായില്ലേ? എന്തിനാ കുപ്പി ചുമക്കുന്നത്? കൊച്ചുണ്ടായാൽ ഭർത്താവിന്റെ ആദ്യത്തെ ജോലി ഏതാ? കരപ്പൻ, വയറിളക്കം തുടങ്ങി ഒരുപിടി ദുഷിച്ച രോഗങ്ങൾ കൊണ്ടല്ലേ കുഞ്ഞിന്റെ ജന്മം. കുപ്പി ഞാൻ ചുമന്നോളാം. പിന്നെ കൊച്ചി പാവപ്പോലും മിണ്ടാപ്രാണിയൊന്നുമല്ല. രാത്രിയിലൊക്കെ കിടന്ന് കീറ്റും ഞാൻ പറഞ്ഞേക്കാം. കുഞ്ഞിനെ ഞാനല്ലേ നോക്കുന്നേ. ആ, എന്നാ ഞാനടി. വാ, നടക്ക്. വേണ്ട വേണ്ട നിൽക്കുമ്പം. ഹലോ, മിസ്റ്റർ സുബ്രഹ്മണ്യം. യെസ്, ഗണേഷ് ഹിയർ. ഹൗ ആർ യു? ആ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ, പ്രോസ്പെറസ് ഏജൻസീസ്. യെസ് യെസ്, ഇറ്റ് ഈസ് മൈ പ്രസ്റ്റീജ്. താങ്ക് യു. ഹലോ, ബെസ്റ്റ് എക്സ്പെർട്ടേഴ്സ്. ഗണേഷ് ഹിയർ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നോ നോ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഐ മീൻ മൈ പ്രസ്റ്റീജ് ഇഷ്യൂ. യെസ്, പ്രോസ്പെറസ് ഏജൻസീസ്. താങ്ക് യു. Master Traders, Ganesh here. Don't worry, I can supply enough for the same material you want. But delete prosperous agencies from your list. Yes, it is my personal prestige. Okay, I will talk to your MD. Thank you. ഒന്നും മതിയാക്കെന്റെ സുജമോളെ. ഈ രവീട്ടനൊരു മടിയനാ. കുളിച്ച തല പോലും തോർത്തില്ല. മടിയനോ? അടി മേടിക്കും. യെസ്. എന്താ കാര്യം? ആ, ഞാൻ അവിടെ വരുന്നേ. എന്താ രവീട്ട? ഒന്നുമില്ല, എനിക്കുടനെ ഓഫീസ് വരെ ഒന്ന് പോകണം. കാപ്പി കുടിക്കുന്നില്ലേ? അതിനൊന്നുള്ള സമയമില്ല. നീ പോയി ഡ്രസ് എടുത്ത് വെക്ക്.